ഹരി ഓം. അധ്യായം 19. ശ്രീകൃഷ്ണനെ യശോദ ഉരലിൽ കെട്ടിയിടുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഒരു ദിവസം യശോദ രാവിലെ കടക്കോല് കൊണ്ട് തൈര് കടയുകയായിരുന്നു. ഇതു കണ്ട കൃഷ്ണൻ നറുവെണ്ണയ്ക്കായി നൃത്തം വയ്ക്കുകയും മധുരവാക്കുകൾ പറഞ്ഞുകൊണ്ട് അമ്മയോട് യാചിക്കുകയും ചെയ്തു. എന്നാൽ യശോദ കൃഷ്ണന് വെണ്ണ നൽകിയില്ല. അപ്പോൾ കൃഷ്ണൻ ഒരു കല്ലെടുത്തുകൊണ്ട് ആ തൈരുകുടം പൊട്ടിച്ച ശേഷം അവിടെ നിന്നും ഓടിപ്പോയി. യശോദ കൃഷ്ണനെ പിടിക്കുവാൻ പിന്നാലെ ഓടി. ഒരു കൈ അകലത്തായിട്ട് പോലും കൃഷ്ണനെ പിടിക്കാൻ യശോദയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒടുവിൽ അലിവ് തോന്നിയ കൃഷ്ണൻ യശോദയ്ക്ക് പിടികൊടുത്തു. രോഷത്താൽ യശോദ കൃഷ്ണനെ ഒരു ഉരലിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു. അതിനായി കൊണ്ടുവന്ന ഓരോ കയറും കൃഷ്ണനെ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോഴേക്കും ആവശ്യമുള്ളതിലും നീളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര തന്നെ കയറിൻ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടും നീളം പോരാതെ വന്നു. ഒടുവിൽ യശോദ ആ ഉദ്യമം ഉപേക്ഷിച്ചപ്പോൾ ഭഗവാൻ കൃപ കാണിച്ച് ബന്ധനത്തിനായി നിന്നുകൊടുത്തു. ഭഗവാന്റെ ഈ കൃപ കർമ്മത്യാഗികളായ സന്യാസി വര്യന്മാർക്ക് പോലും ലഭ്യമല്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായ ഇഹലോകവാസികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മാതാവിൻ്റെ ബന്ധനത്തിനായി കൃഷ്ണൻ നിന്നുകൊടുത്തത് യശോദയുടെ ഭക്തിയുടെ പ്രഭാവം കൊണ്ടാണ്. അചഞ്ചലമായ ഭക്തി ലഭിക്കുക എന്നുള്ളത് മോക്ഷം ലഭിക്കുന്നതിനേക്കാളും പ്രയാസമുള്ളതാണ്. എന്തെന്നാൽ മോക്ഷപ്രാപ്തിക്കായി മോക്ഷം എന്നൊരു ലക്ഷ്യമുണ്ട്. എന്നാൽ നിസ്സീമമായ ഭക്തിയിൽ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ യാതൊന്നുമില്ല. അതിനാൽ ജ്ഞാനത്തിൻ്റെ സാധകർക്ക് മോക്ഷം ലഭ്യമാണെങ്കിലും ഭക്തി ലഭ്യമാകാറില്ല. അപ്പോഴേക്കും ഗോപികമാർ അവിടെ എത്തി. ഗോപികമാർ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം യശോദയോട് ഇപ്രകാരം പറഞ്ഞു: ഹേ യശോദേ, കൃഷ്ണൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തൈരുകുടം പൊട്ടിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഗോപികമാർ അപ്രകാരം പറഞ്ഞപ്പോൾ യശോദ അത് ചെവി കൊള്ളാതെ വീട്ടുജോലികളിൽ മുഴുകി. അതിനിടയിൽ കൃഷ്ണനും മറ്റ് ഗോപബാലകരും ചേർന്ന് കെട്ടിയിട്ട ഉരൽ യമുനാ തീരത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. യമുനാ തീരത്ത് വളരെ പുരാതനമായ ഇരട്ടയായ 2 അർജുന വൃക്ഷങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു. ഭഗവാൻ ഉരൽ വലിച്ചുകൊണ്ട് ആ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് നടന്നു. ഉരൽ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കുടുങ്ങിപ്പോയെങ്കിലും കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ആ ഉരൽ വലിച്ചു. അപ്പോൾ ആ 2 മരങ്ങൾ കടപുഴകി നിലത്ത് വീണു. അതിഭയങ്കരമായ ശബ്ദത്തോടെയാണ് ആ വൃക്ഷങ്ങൾ നിലം പതിച്ചത്. അരണിയിൽ നിന്നും അഗ്നി ഉത്ഭവിക്കുന്നത് പോലെ ആ വൃക്ഷങ്ങളിൽ നിന്നും 2 ദേവന്മാർ പുറത്തു വന്നു. ആ ദേവന്മാർ ഭഗവാനെ നമസ്കരിച്ച ശേഷം കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞു: അവിടുത്തെ ദർശനത്താൽ ഞങ്ങൾക്ക് മുക്തി ലഭിച്ചു. ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങയുടെ ഭക്തരെ അവഹേളിക്കില്ല. അങ്ങ് കരുണയുടെ സാഗരമാണ്. ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച ശേഷം ആ 2 ദേവകുമാരന്മാർ ആകാശമാർഗേണ ഉത്തരദിശയിലേക്ക് പോയി. ഭയാനകമായ ശബ്ദം കേട്ട നന്ദനും മറ്റ് ഗോപന്മാരും അവിടെ എത്തി. അവർ ഗോപകുട്ടികളോട് ചോദിച്ചു: കാറ്റും മഴയും ഇല്ലാതെ എങ്ങനെയാണ് ഈ 2 വൃക്ഷങ്ങൾ നിലം പതിച്ചത്? ഗോപബാലരിൽ ഒരു ബാലൻ പറഞ്ഞു: ഈ കൃഷ്ണൻ തന്നെയാണ് 2 വൃക്ഷങ്ങളും വീഴ്ത്തിയത്. ഈ വൃക്ഷങ്ങളിൽ നിന്നും 2 പേർ പുറത്തു വരികയും കൃഷ്ണനെ നമസ്കരിച്ച ശേഷം ആകാശത്തിലേക്ക് പോവുകയും ചെയ്തു. ബാലന്റെ ഈ വാക്കുകൾ ആരും വിശ്വസിച്ചില്ല. നന്ദഗോപൻ കൃഷ്ണനെ ഉരലിൽ നിന്ന് മോചിപ്പിക്കുകയും വാത്സല്യത്തോടെ തോളിലേറ്റി ചുംബിക്കുകയും ചെയ്തു. ശേഷം നന്ദഗോപൻ യശോദയെ ശാസിച്ചു. കൂടാതെ ദോഷപരിഹാരത്തിനായി ബ്രാഹ്മണർക്ക് അനേകം പശുക്കളെ ദാനം നൽകുകയും ചെയ്തു. ബഹുലാശ്വന്റെ ചോദ്യത്തിനു മറുപടിയായി ശ്രീനാരദൻ ആ ദിവ്യപുരുഷന്മാർ ആരായിരുന്നു എന്നും അവരുടെ പൂർവവൃത്താന്തവും എങ്ങനെയാണ് അവർ അർജുന വൃക്ഷങ്ങൾ ആയതെന്നും വിവരിച്ചു.
അവർ കുബേരന്റെ 2 പുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനും ആയിരുന്നു. അവർ യുവാക്കളായിരുന്നപ്പോൾ ഒരു ദിവസം നന്ദനവനത്തിലേക്ക് പോയി. അവിടെ മന്ദാകിനിയുടെ തീരത്തുകൂടെ നടന്നപ്പോൾ അപ്സരസ്സുകൾ അവിടെ വരികയും അവരുടെ ഗുണഗണങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുകയും ചെയ്തു. ആ യുവാക്കൾ ധാരാളം മദ്യപാനം നടത്തിയ ശേഷം മദ്യലഹരിയിൽ അവിടെ വിഹരിച്ചു. അപ്പോൾ യാദൃശ്ചികമായി വേദങ്ങളുടെ വിദ്വാനായ ദേവല മഹർഷി അവിടേക്ക് വരികയും അവരെ കാണുകയുമുണ്ടായി. എന്നാൽ തങ്ങളുടെ ധനത്തിൽ അഹങ്കാരം കൊണ്ട് നടന്നിരുന്ന മദ്യലഹരിയിലായിരുന്ന ആ യുവാക്കൾ മഹർഷിയെ വകവയ്ക്കാതെ നടക്കുകയും അദ്ദേഹത്തെ കോപാകുലനാക്കുകയും ചെയ്തു. അഹങ്കാരികളായ അവരെ 100 ദിവ്യവർഷക്കാലത്തോളം യമുനാ തീരത്തെ മരങ്ങളാകട്ടെ എന്ന് ദേവല മഹർഷി ശപിച്ചു. 100 ദിവ്യവർഷങ്ങൾ കഴിയുമ്പോൾ ദ്വാപര യുഗാന്ത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവർ ദർശിക്കുകയും ഈ ശാപത്തിൽ നിന്നും ഭഗവാൻ അവരെ മോചിപ്പിച്ച ശേഷം പൂർവജന്മ സ്വരൂപം പ്രാപ്യമാവുകയും ചെയ്യും എന്ന് മഹർഷി കൂട്ടിച്ചേർത്തു. അപ്രകാരം മഹർഷി ദേവലന്റെ ശാപത്താൽ വൃഷഭാവം പ്രാപിച്ച നളകുബേരനെയും മണിഗ്രീവനെയും ഭഗവാൻ കൃഷ്ണൻ മോചിപ്പിച്ചു. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 19-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.